Hi guys, good morning and welcome to our new vlog. Another beautiful day from Halong Bay. രാവിലെ എഴുന്നേറ്റിട്ട് ഈ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ക്യാമറയൊക്കെ വെച്ച് ബ്യൂട്ടിഫുള്ളായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ മൗണ്ടൻസ് മുകളിൽ കൂടെ ക്ലൗഡ്സും മിസ്റ്റും ഒക്കെ പോയി പയ്യെ സൺറൈസിനെ കാണാൻ തന്നെ ഒരു ഫീലാണ്. ഹോപ്പ്ഫുള്ളി ഇഫ് യു ഗൈസ് ആർ ഗെറ്റിംഗ് കമ്മിങ് ഹിയർ, നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരെ രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണണം. ബിക്കോസ് ഇറ്റ്സ് എൻ അമേസിങ് ഇവന്റ് എന്ന് തന്നെ പറയാം ഇൻ ദിസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. സോ അതൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ്, ഇവിടെ കുറെ കിഡിലൻ കേവ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ആ കേവിലേക്കൊന്ന് പോവുകയാണ്. സോ ഓബിയസ്ലി ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം സമയം 6 മണിയായുള്ളൂ. ഇവിടുന്ന് ഇറങ്ങണം, ബോട്ടിൽ പോകണം, എന്നിട്ട് അവിടെ പോയി അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഷിപ്പിൽ തന്നെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരം കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, കുക്കിങ്ങും അല്ലാതെ കുറച്ച് ഫിഷിങ്ങും, സ്ക്വിഡിനൊക്കെ ഫിഷ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. സോ ഒരു സ്മോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇഫ് യു സ്റ്റേ ഇൻ ദിസ് ലക്ഷറി ക്രൂസ് ഇൻ ഹലോങ് ബേ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വീഡിയോ ആയിരിക്കും ഇത് കാണുന്നത്. Ship is outstanding. The place is outstanding. It's a lifetime വൺസെങ്കിലും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. പോകുന്ന ക്രൂസും അടിപൊളി ക്രൂസ് ആണ്. ഒരു മോൺഷറി ക്രൂസ് എന്ന് പറഞ്ഞ ക്രൂസ് ആണ്. അതല്ലാതെ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഹീലിന്റെ ഒരു പ്രോഡക്റ്റ്. ലോറ ഇസ് ഓൾസോ ഹീലിന്റെ സബ് ബ്രാൻഡ് ആണ്. ഇതിന്റെ പ്രോഡക്ട്സ് ആണ്. ഇത് ബ്ലാക്ക് ചാർക്കോൾ സോപ്പാണ്. സോ ചാർക്കോൾ ഇസ് വെരി ഗുഡ് ടു റിമൂവ് പൊല്യൂട്ടൻസ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, കേരളത്തിൽ എസ്പെഷ്യലി ഇഷ്ടമുള്ള കോക്കനട്ട് മിൽക്ക് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ബാത്തിങ് ബാർ ആണ്. രണ്ടും ഭയങ്കര അഫോർഡബിൾ ആണ്. ദിസ് ഇസ് ലൈക്ക് അറൌണ്ട് ഒരു 50-60 റുപ്പീസ് കണ്ടേ ഉള്ളൂ. ഇതും ആ റേഞ്ച് കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ദിസ് ഇസ് ലൈക്ക് ആക്ച്വലി 35 റുപ്പീസേ ഉള്ളൂ കേട്ടോ. സോ ഇറ്റ്സ് വെരി വാല്യൂ ഫോർ മണി. ഓരോരുത്തരുടെ യൂസ് അനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് പേഴ്സണലി എൻഡോസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡാണ് ഹീലും ലോറയൊക്കെ. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ഇത് നാട്ടിലെ മെഡിക്കൽ ഷോപ്സിലും ഹീലിന്റെ വെബ്സൈറ്റിലൊക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ബ്യൂട്ടിഫുൾ ബാക്ക് ഡ്രോപ്പ് ഓൾസോനോ. നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാം. കൈ കഴുകാനും കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണ് ഇത്. അവർ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ കാടുവരികട്ടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ. അധികം ആൾക്കാരുണ്ടെന്ന് അറിയില്ല. ഇത് ഓപ്ഷണൽ ആക്ടിവിറ്റിയാണ്, എല്ലാവരും ചെയ്യണമെന്നില്ല. കിടന്ന് ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാൻ ബോട്ടി വന്നിട്ട്. ഇപ്പം സ്റ്റാർട്ടിങ് 2 ടൈപ്പ് ജ്യൂസ്, ഇതിൻ്റെ കുറച്ച് സോസസ്, പിന്നെ കോഞ്ചി. ഓബിയസ്ലി കോഞ്ചി കാണുമല്ലോ, എന്നാലും തൈവാനം കാട്ടി ബെറ്ററാണ്. കാരണം ബേക്കൺ ഉണ്ട് ഇവിടെ. ബേക്കൺ, സോസേജ്, ചീസ് ആൻഡ് ടൊമാറ്റോ, റെഡ് ബീൻസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാംസ് ഉണ്ട്, ബ്രെഡ്സ് ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ യോഗേർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അവിടെ ഫ്രഷ് എഗ്ഗും സൂപ്പും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, സൂപ്പ് നൂഡിൽസ്. Oh guys, just look at this steaming bowl of pho and this beautiful view. Superb, no? പക്ഷെ ടൈമില്ല. താങ്ക് യു. ഓംലെറ്റും വന്നത്, നല്ല ചീസ് ഓംലെറ്റും വന്നു. കാരണം അവർ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ബോട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റിൽ വിടുന്നു. അപ്പോൾ വേഗം കഴിച്ചിട്ട് ബോട്ടിലേക്ക് പോട്ടെ. നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെ കാണിക്കാമല്ലോ. രാവിലെ തന്നെ എല്ലാവരും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ ചെറിയ ബോട്ട് കയറ്റിയിട്ടായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. കേവ്സ് ആണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും യൂണീക്കായി തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് വേവ്സ് എന്ന് പറയുന്ന സാധനമില്ല. വെള്ളം ഭയങ്കര കാമാണ്. സോ എത്ര സീസിക്കായ ആൾക്കാർക്കാണെങ്കിലും ഇവിടെ സുഖമായിട്ട് വന്ന് ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാം. ഒട്ടും കുലുക്കമില്ല. ഈ ചെറിയ ബോട്ടാണെങ്കിലും നമ്മുടെ വലിയ ബോട്ടാണെങ്കിലും ഏതാണെങ്കിലും. ഇതുണ്ടല്ലോ, നമ്മൾ ആദ്യമേ വന്നപ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നേ. അതുപോലത്തെ ഒരു ഏരിയയിലാണ് അവർ കൊണ്ടുപോയി നിർത്തുന്നത്. ഇനി ഇവിടുന്ന് ബസ്സിലാണോ നടന്നാണോ എന്നൊന്നും അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ എല്ലാ ടൂറിനും വരുന്ന ബോട്ട്സ് ഇവിടെയാണ് നിർത്തുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഈ ആക്ടിവിറ്റി ഏത് ക്രൂസ് എടുത്താലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഇതൊരു ഇവിടുത്തെ ഏറ്റവും വലിയ കേവ് സിസ്റ്റമാണ് പറയുന്നത് ഹലോങ് ബേയിൽ. വിയറ്റ്നാം ഉണ്ടല്ലോ, ആക്ച്വലി പണ്ടൊന്നും ഒട്ടും ഫേമസ് അല്ല. എന്ന് പറഞ്ഞാൽ 1800s ഇവർ പക്ഷേ ഒരു ഫ്രഞ്ച് കോളനിയുടെ ഭാഗമായിരുന്നു. നമ്മുടെ കൊച്ചു പോർച്ചുഗീസൊക്കെ ആയതുപോലെ. അതുകൊണ്ട് കുറേ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കാണാം. ഇപ്പോഴും ബിൽഡിങ്സിൻ്റെ ഒക്കെ കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ ഹനോയൊക്കെ പോകുമ്പോൾ കാണിക്കാം. ശരിക്കും ഒരു ഫ്രഞ്ച് ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട്. ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഇവിടുത്തെ ആ ഒരു ഓൾഡ് ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞ ഏരിയയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. അവിടെയാണ് കിഡ്ലൻ കഫേസും അതൊക്കെ ഉള്ളത്. ബെസ്റ്റ് പാർട്ട് എന്താ അറിയോ? ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല വെതർ. ഈ ഏരിയയൊക്കെ ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ, അപ്പോൾ എനിക്കൊന്നും മാർച്ച് ഏപ്രിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്, നല്ല വെതറാണ്. നമ്മളത് നേരെ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോവാം അവർ. നമ്മളീ പോകുന്ന വഴി ഉണ്ടല്ലോ മൊത്തം ഫോറസ്റ്റ് ആണ്. ഈ ഐലൻഡിൽ ആ കൂടെ 16,000 ആൾക്കാരെ താമസമുള്ളൂ. ആൻഡ് ഇതൊരു നാഷണൽ പാർക്കും കൂടെയാണ്. വേറെ ഒന്നുമില്ല, ആൾ ജീവിതം ഒന്നുമില്ല ഈ ഒരു പോകുന്ന ഡയറക്ഷനിൽ. ജസ്റ്റ്
കുറേ കാടും മലയും പിന്നെ നേരെ ഒരു കേവിലേക്കുള്ള യാത്രയും. ഇത് എന്തൊരു സംഭവം അല്ലേ. ഒരു വളരെ എന്താ പറയുന്നത് ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഏരിയ കൂടി നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യമേ കുറച്ച് ഫോറസ്റ്റിൽ കൂടെ നടന്ന് 144 സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് കേവിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. നന്നായി പ്രിയ വരുന്നത്. പ്രിയക്ക് ഇപ്പോഴത്തെ ഒരു പ്രിയയുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഇതൊന്നും കയറാൻ പറ്റില്ല. ഇത് 144 സ്റ്റെപ്സ് ഉണ്ട്. അതുമാത്രമല്ല അകത്ത് കേവിൻ്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ഇരുന്നൊക്കെ ആയിരിക്കും ചിലയിടത്ത് പോകേണ്ടത്. ഒരു ക്രോളിംഗ് സ്പേസ് പോലെയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സ്ലിപ്പറി ആണിത്. നന്ന വേദന കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നെ. ഫസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ സ്റ്റെപ്സ് കയറിയാൽ നേരെ നമ്മുടെ കേവിൻ്റെ എൻട്രൻസിലേക്കായിരിക്കും പോകുന്നത്. ഈ കേവ്സ് ഒക്കെ കാണിച്ചാലും ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ. ഗുണ കേവ്സിന് ശേഷം അങ്ങനെ നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് കയറുവാണ്. ഇതിൻ്റെ അടുത്ത് ചില സാധനങ്ങളൊക്കെ ഗ്ലോയിങ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്, മിനറൽ ഡെപ്പോസിറ്റ് കാരണം. അപ്പോൾ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. ഇത് നോക്കിക്ക്, ഇത് പണ്ടുണ്ടല്ലോ വാർ ടൈമിൽ, വിയറ്റ്നാം വാർ ടൈമിലൊക്കെ ഇത് ടെലികമ്മ്യൂണിക്കേഷൻ ബേസ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇരുന്നിരുന്ന് പോകണം ഇതിൻ്റെ അകത്തൂടെ, ക്രോൾ ചെയ്ത് പോകണം. ബെസ്റ്റ് കുറേ പ്രായമായവരുണ്ട്. അവരെങ്ങനെ വരും എന്നറിയില്ല. സ്പെയിനിൽ നിന്നാന്ന് തോന്നുന്നു. 70-80 വയസ്സുള്ളവർ. എന്താ ഇതുപോലെ കേവ് ഗോർഡനൊക്കെ പോലെ വെക്കുന്നതായിരിക്കും. കൊള്ളാല്ലേ. ഇനി ഇങ്ങനെ പോണ്ടി വരും കുറച്ച് ദൂരം. ബെസ്റ്റ്. പക്ഷെ ഭയങ്കര സൗകര്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് തെന്നിലുണ്ടെന്നല്ലാതെ എല്ലായിടത്തും ഇതുപോലെ പാത്ത് വേസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുനിഞ്ഞ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ സ്റ്റോണൊന്നും അത് ഓൾട്ടർ ചെയ്തിട്ടില്ല. എന്തൊരു ടണൽ നെറ്റ്വർക്ക് അല്ലേ. വണ്ടർ ഓഫ് നേച്ചർ തന്നെയാണ്. സ്റ്റോൺസിന്റെ കളറൊക്കെ മാറുന്നത് നോക്ക്. ഷോ കയ്യിൽ പൊടിയോ ലൈം സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞു. ആക്ച്വലി അധികം ലെങ്ത് ഒന്നുമില്ല. എനിക്കൊന്ന് മേ ബി ഒരു 400-300 മീറ്റേഴ്സ് എങ്ങാണ്ടേ കാണുള്ളൂ. ഈ ടെറൈൻ കുറച്ച് ഹാർഡായതുകൊണ്ടാണ് ഏജ് ആയിട്ടുള്ളവർക്ക് കുറച്ച് പാടാവുന്നത്. പക്ഷേ ഒരു മാജിക്കൽ ലോകമാണ് അതിൻ്റെ അകത്തേക്ക്. മസ്റ്റ് ഡു ആണ്. ആൻഡ് ഇതൊന്നും നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. ഇതൊക്കെ നമ്മുടെ ടൂറിൽ ഇൻക്ലൂഡഡ് ആണ്. ഫൈനലി ഇത് തിരിച്ചെത്തി കഴിയുമ്പോൾ കോഫി ഷോപ്പ്. അതില്ലാതെ ഇവിടെ വിയറ്റ്നാമിൽ ഒരു കളിയില്ല കേട്ടോ. നല്ല കിടില് ഐസ് കോഫിയൊക്കെ കിട്ടും. വേണമെങ്കിൽ വൈഫൈ ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. സോ സൗകര്യം അടിപൊളിയാണ്. ഇത്രയും ഉള്ളിലേക്കാണെങ്കിൽ പോലും. തിരിച്ച് നമ്മളിത് വന്നടുത്ത് തന്നെ എത്തി. ഇനി ഇവിടുന്ന് ബോട്ട് കയറി നമ്മുടെ ബോട്ടിലേക്ക് പോവാണ്. ഉണ്ടല്ലോ ഇവിടെ വന്ന് ആക്ച്വലി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ ഇതുപോലത്തെ നാഷണൽ പാർക്കും ട്രെക്കിങ്ങും ഹൈക്കിങ്ങും. പക്ഷേ നമ്മൾ സ്കൂട്ടർ മെയിൻ ലൈൻ ഹലോങ് ബേന്ന് കയറ്റിക്കൊണ്ട് വരണം ഫെറിയിൽ. എന്നിട്ട് വേണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടെ ചെറിയ നാച്ചുറൽ എന്താ പറയുന്ന ഹോം സ്റ്റേസ്, ലോഡ്ജസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഫാമിലി വെച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ സംഭവമായിരിക്കും അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ആ കൂടെ 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. തിരിച്ച് അവിടെ ബോട്ടിലേക്ക് എത്തി. ഇവിടുന്ന് നാളെ പോകണം എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ഹലോങ് ബേ. എപ്പോഴും നമ്മൾ വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലെ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് വരാനായിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് സർവീസ്. എത്ര തവണ പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. അപ്പൊ രാവിലെ ഒരാൾ എഴുന്നേറ്റ് നേരെ റൂഫ് ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ വെയിലില്ലാത്തതുകൊണ്ട് സൂപ്പർ ആംബിയൻസ് ആണ്. രാവിലെ തന്നെ ആരും ഇല്ല അല്ലേ. എത്ര കണ്ടാലും മതിയാവില്ല. ഇതൊക്കെ നല്ല ക്രൂസ്. ഇത് ഡോറ ക്രൂസ്. ഇത് തന്നെ നമ്മുടെ ക്രൂസിന്റെ തന്നെ 2 ഷിപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ല റഗീന എന്ന് പറയുന്ന അവരുടെ വേറൊരു ക്രൂസാണ്. ഇന്ന് ഈ മഴക്കാറും കൂടെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ വേറൊരു ഫീലാണ്. ഇന്നലെ കുറച്ച് സൺഷൈനൊക്കെ ഉള്ളപ്പോൾ വേറൊരു വെള്ളത്തിനൊക്കെ വേറെ കളറായിരുന്നു. ഇന്ന് ഈ മൂടലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മിസ്റ്റിക്കൽ സ്ഥലം, ഒരു മാജിക്കൽ പ്ലേസിൻ്റെ ഒക്കെ ഒരു വ്യൂ. സൂപ്പർ. എല്ലാ ലക്ഷറി ക്രൂസസും ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഹലോങ് ബേ ക്രൂസിൽ വരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ഇടുക. നമുക്ക് ജസ്റ്റ് അറിയണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം. കാരണം കുറേ പേർക്കൊന്നും വെള്ളത്തിലുള്ള ഈ ഒരു ക്രൂസും വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് ഇഷ്ടമല്ല. സോ ഇങ്ങനത്തെ ക്രൂസ് എൻജോയ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ വേദുവിനെ തപ്പി നടക്കുമായിരുന്നു. പിന്നെ വലിയ ആള് വന്നിരിക്കുന്നു. പിന്നെ ഫുഡ് കഴിക്കട്ടെ. റിലാക്സ് ചെയ്താൽ മതി അവിടെ. അയ്യോ എന്തൊരു സ്ട്രെസ്ഫുൾ ലൈഫാണ് റിലാക്സ് ചെയ്യാനായിട്ട്. ലൈഫിൽ ഇത്രയും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ഒരു റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി കണ്ടിട്ടില്ല. ഏകദേശം ഒരു 8 പേര് ഒരു ഹൗസ് കീപ്പിങ്ങിന് കയറിയിരിക്കുവാണ്. അത്രയും പെർഫെക്റ്റ്. ആ ഒരു 5 സ്റ്റാർ സർവീസ് ഫുഡ് തൊട്ട് ഹൗസ് കീപ്പിംഗ് വരെ നമുക്ക് കാണാം. നമുക്ക് ചെരുപ്പിന് എണ്ണം തന്നെ കണ്ടാൽ അറിയാമല്ലോ എത്ര പേര്. അത് ഷിപ്പ് ആക്ച്വലി കാലിയാണ് കേട്ടാ. ഷിപ്പ് ഭയങ്കര കാലിയാണ്. കാരണം ഇന്നുണ്ടല്ലോ
ഇന്ന് ഞാൻ രാവിലെ പോയിട്ട് വന്നു. അതിൻ്റെ വേറൊരു ഓപ്ഷണൽ ആക്ടിവിറ്റി ഉണ്ട്, കേവ്സിലേക്കൊക്കെ പോകാൻ. പക്ഷെ അതിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 4:30-5 മണിയാവും. അപ്പോൾ നമുക്ക് ബോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ആക്ടിവിറ്റിക്ക് ഞങ്ങൾ ആരും പോയില്ല. രാവിലത്തെ ചെറിയൊരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ തന്നെ നിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഫുഡ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ എക്സൈറ്റിംഗ് ഫേസസ് ഓഫ് ഫുഡ്. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ലാവിഷ് ആയിട്ട് സ്ലോലി ഇരുന്ന് കഴിക്കാം. പക്ഷെ എനിക്കൊന്ന് വേറെ ഗസ്റ്റുകൾ ഇന്ന് വരുമായിരിക്കും. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇന്നലെ കാണിച്ചാണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. എല്ലാം ക്ലീൻലി പാക്ഡ് ആണ്. ഓരോ ടൈപ്പ് സാലഡ്സ്, പ്രോൺ സാലഡ്സ് ഉണ്ട്, ഗാർലിക് ബ്രെഡ് ഉണ്ട്, അവരുടെ സ്പ്രിംഗ് റോൾസ്, പൊട്ടാറ്റോ ആൻഡ് ബേക്കൺ സാലഡ്. പിന്നെ ഇന്നലത്തെ സെയിം ആണ് കേട്ടോ ഏകദേശം. ഡിസേർട്ട്സ് 2 എണ്ണം, കോക്കനട്ട് കേക്ക്. ഇതില്ലായിരുന്നു ഇന്നലെ. ഇവരുടെ എന്തോ ഒരു കോക്കനട്ട് ജെല്ലിയാണ്. ഇതൊരു ഷോ പേസ്ട്രി. എന്തോരം ഫ്രൂട്ട്സാന്ന് നോക്ക്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് സെയിം സീ ഫുഡ് സൂപ്പും ടൊമാറ്റോ സൂപ്പും വന്നിട്ടുണ്ട്. അതല്ലാതെ സ്റ്റീംഡ് റൈസ്, ഫ്രൈഡ് റൈസ്. ആക്ച്വലി സെയിം മെനു ആണ്. കുറച്ച് സ്റ്റീംഡ് ഫിഷ്. അതല്ലാതെ ഇന്ന് പോർക്കുണ്ട്. രക്ഷപ്പെട്ടു. ഇന്ന് പോർക്കുണ്ട്. പിന്നെ ഒരു ചിക്കൻ കറി പോലത്തെ ഉണ്ട്. പോർക്ക് ലുക്സ് റിയലി ഗുഡ്. അതല്ലാതെ ഇന്ന് സ്ക്വിഡിൻ്റെ തന്നെ ഒരു സ്റ്റർ ഫ്രൈഡ് സ്ക്വിഡും ഉണ്ട്. ആൻഡ് ദിസ് തിങ് ഇസ് സോ ടേസ്റ്റി. ഇതുമുണ്ട്. ഇവരുടെ ഒരു സ്ക്വിഡ് കേക്ക്, സ്റ്റീമിങ് ഹോട്ട്, ഫ്രഷ്ലി കുക്ക്ഡ്. അതല്ലാതെ ഇത് കോക്കനട്ട് മിൽക്കിലുള്ള ഷ്രിമ്പാണ്. ഇന്നലെ സാധാരണ സ്റ്റീംഡ് ആയിരുന്നു. ഇന്ന് കുറച്ചും കൂടെ ഫ്ലേവർ ആണ് കോക്കനട്ട് മിൽക്ക്. ഇത് ഗ്രിൽഡ് ഓയിസ്റ്റേഴ്സ്. വേറെ രസം അവരുടെ ഡൈനിങ് റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ക്ലീൻ ആയിട്ട് കാണിക്കാം. ടിഷ്യൂ വെച്ചിരിക്കുന്ന തൊട്ട് വെറ്റ് ടവൽസ് സൈഡിൽ വെച്ചിരിക്കുന്നു. എവറിത്തിങ് ഇസ് സോ പോഷ് ലുക്കിംഗ്. എല്ലാം ഒരു ലക്ഷറി, എക്സ്ട്രാ ലക്ഷറി ഫീലാണ്. സൂപ്പർ ആയിട്ടില്ലേ? ചില ഓൾറെഡി ബേബീസ് ഉള്ളവർക്ക് ബേബി ചെയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സൂപ്പർ. ആൻഡ് ദ വ്യൂ. അങ്ങനെ ഷിപ്പ് ഇപ്പോഴാണൊന്ന് അനങ്ങാൻ തുടങ്ങിയത്. രാവിലെ മൊത്തം ഡോക്ക് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഷിപ്പൊക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷിപ്പ് മാത്രമേ പോകുന്നുള്ളൂ. ഇനി ആരെങ്കിലും പിക്ക് ചെയ്യാൻ പോവുകയാണോ അതോ വെറുതെ ഒരു റൗണ്ട് അടിക്കുവാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ക്രൂസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഏറ്റവും ഭംഗി. രാത്രി ഡോക്ക് ചെയ്യുന്നത് ഇത്രയും പാറകളുടെ അടുത്തല്ല, കുറച്ച് ദൂരമായിട്ടാണ്. രാവിലെ ആകുമ്പോൾ അവരൊന്നും കൂടെ സെക്കൻഡ് ഡേയിലും ഇതുപോലെ ഒരു ക്രൂസിന് കൊണ്ടുപോകും. അപ്പോഴാണ് വീണ്ടും നമുക്ക് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്നും കൂടെ ആസ്വദിക്കാൻ പറ്റുന്നത്. ഹലോ, എന്താണ്? ഞാൻ രാവിലെ പോയി കറങ്ങി വെയിലൊക്കെ കൊണ്ട് എൻജോയ് ചെയ്തൊക്കെ തിരിച്ചു വന്നു. ഒരാൾ ഫോട്ടോസ് വ്യൂ ഒക്കെ. അതെ, ഏറ്റവും സർവീസ് എക്സ്ട്രോർഡിനറി തോന്നുന്നത് എന്താ അറിയോ? ഇവർക്ക് നമ്മുടെ റൂം നമ്പർ അറിയാം. അതാണ്, അത്രയും പേഴ്സണൽ ആണ് സർവീസ്. ഈ റൂം നമ്പർ അല്ല, ആ റൂമിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണോ, കുട്ടി ഉള്ളതല്ല വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. എല്ലാത്തിനും വിളിക്കും. ഔട്ട്സ്റ്റാൻഡിങ് സർവീസ്, 5 സ്റ്റാർ പ്ലസ്. ചെമ്മീനും പാന്താൻ ഫിഷും, ഇവിടെ ചോറും. പോർക്ക് എടുത്തില്ല, പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. ഇന്നും ഇന്നലത്തെ പോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. പോണോ? മറ്റേ ബാംബൂ റാഫ്റ്റിംഗ്, കയാക്കിങ്ങിന് പോണോ? അത് എവിടെ ഇരുന്ന് ചില്ലിയടാ. എന്നാ വൈകുന്നേരം കുക്കിംഗ് ക്ലാസ്, രാത്രി ഫിഷിംഗ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്യണം. ലാസ്റ്റ് ഡേ ആണ്. വാ, എന്താ മിസ് ചെയ്യാൻ പോന്നെ? വാ, ഇതാണ് ഗൈസ് മിസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു. ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചുകൊണ്ട് ഇതും കണ്ടുകൊണ്ട് 2 days മസ്റ്റ് ആണ് കേട്ടാ. ഇത് ഫ്ലോട്ടിംഗ് 7-Eleven എന്ന് പറയാ. ഇവര് ലേസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇതിൽ കൊണ്ടുവരും. പൈസ അതിലേക്ക് ഇടണം. നമുക്കത് തിരിച്ചു തരും. മനസ്സിലായോ? ഇതാണ് ഫ്ലോട്ടിംഗ് 7-Eleven. ഗൈസ്, നിങ്ങൾ ഫ്ലോട്ടിംഗ് 7-Eleven കണ്ടിട്ടില്ലെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. പൈസ എടുത്തോണ്ട് വരട്ടെ, വാങ്ങിക്കോ. ഈ പൈസ അതിലേക്ക് ഇടണം, നെറ്റിലേക്ക്. എന്തൊക്കെയാ ഇവര് ജീവിക്കാൻ വേണ്ടി ഓരോ ടെക്നിക്. അത് മര്യാദയ്ക്ക് അടക്കി അതിട്ട് ഇനി കൊടുത്തോ. അത് നന്നായി ഇട അകത്തേക്ക്. ഫ്ലോട്ടിംഗ് 7-Eleven നമ്മൾ ചെയ്യാൻ പറ്റി. ദിസ് ഇസ് അമേസിംഗ്. നോ, പ്രിങ്കിൾസ് വാങ്ങി. ഏതോ ഹാപ്പി, ഏതൊരു പ്രിങ്കിൾസ് ആയി. നല്ല ബാർഗൈനിങ് ആണ് കേട്ടോ. ഇവര് ആദ്യം 600 രൂപ, ഞങ്ങൾ 150 രൂപ തരും. വെളിയിൽ 100 രൂപ, 150 രൂപ തരാം. ഓക്കെ എന്ന് പറഞ്ഞാൽ അവരും പോയി. ലൈസ് ഇട്ടിട്ട് ഹാപ്പിനെസ് കണ്ടറിയാം. നല്ല നല്ല മറ്റേ നല്ല ഇതാണെന്ന്. വേണമെങ്കിൽ നമുക്ക് സ്വിമ്മിങ് ആക്ടിവിറ്റി ഉണ്ട്. ആരും ചാടുന്നില്ല, കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്ന്
ഭയങ്കര മിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് തണുപ്പുണ്ട്. നമുക്ക് ചാടണമെങ്കിൽ നേരെ അതിലേക്ക് ചാടാം, എന്നിട്ട് അതിൽ വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളത്തിൽ ചാടാം, ഇടയ്ക്ക് അതിൽ കയറാം, പിന്നെയും ചാടാം, പിന്നെയും കയറാം. അത് ഫ്ലോട്ട് പോലെയാ, ബോട്ടാ. ആ എന്താ അല്ല, ചാടി അതിൻ്റെ അകത്ത് കയറണം. ആ ബോട്ടിൽ കുറച്ചും കൂടെ വൈബുള്ള ആൾക്കാരാന്ന് തോന്നുന്നു കേട്ടാ. പ്രിയനെ പോലത്തെ ആൾക്കാരൊന്നുമല്ല, എല്ലാവരും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ റെഡി ആയിട്ടുള്ള ടീംസ് ഉണ്ട് കുറെ. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഈ മൂടൽ മഞ്ഞ് കിടക്കുന്ന ഹെലോങ് ബേ ഒന്നും കൂടെ കണ്ടേക്ക്. ഇനി നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാണ്, തിരിച്ച് ഡോക്കിംഗ് സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ 7-Eleven ഇവിടെ കിടന്ന് ഫുൾ ഇവിടെ കറക്കമാണ് കേട്ടാ. ഇവർക്ക് ഒരു ദിവസം നല്ല പൈസ ഉണ്ടാക്കും സുഖമായിട്ട്, കാരണം ഓൾമോസ്റ്റ് 4 ഇരട്ടി പ്രൈസിലൊക്കെയാണ്. നമ്മളാകുമ്പോഴാണ് കുറച്ച് ചോദിക്കുന്നത്. ഫോറിനേഴ്സ് ഒക്കെ ചിലപ്പോൾ ആ പൈസ തന്നെ കൊടുക്കുമായിരിക്കും. ആദ്യമേ കൈ പിടിച്ച് കാണിക്കുന്ന ബിയറാ. സ്നാക്സും അതൊക്കെ പിന്നെ ചോദിച്ചാലേ കാണിക്കുള്ളൂ. അവരുടെ കയ്യിൽ കണ്ട, ലേഡിയുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ക്യാൻ ഉണ്ടല്ലോ, അത് ബിയറാണ്. ആദ്യം അവർക്ക് റേറ്റ് കൂടുതൽ ആൾക്കാർ ബിയർ ആയിരിക്കും എടുക്കുന്നത്. ഇന്ന് ശരിക്കും ഇന്നലത്തെയും കാട്ടി ഭയങ്കര മിസ്റ്റി അല്ലേ? ഇന്ന് ശരിക്കും ഒരു മിസ്റ്റിക്കൽ ലോകത്തിന്റെ ഒരു ഫീല്. എന്തോ മറ്റേ കിങ് കോങ് ഐലൻഡ് ഒക്കെ പോലെ. സത്യമായിട്ടും ഇപ്പൊ അവിടെ നിന്ന് ഒരു കിങ് കോങ് വന്നാലോ? ദേ ഇരിക്കുന്നു. പിന്നെ എന്താ അത് അല്ലേ, കിങ് കോങ്. ആ നെഞ്ചിട്ടത്തൊന്ന് അടിച്ച ശരിക്കും കിങ് കോങ്. ആ ഇത് തന്നെ. പിന്നെ ഞാൻ ഗോഡ്സിലയാ. അതെ, ആ കിങ് കോങ് വേഴ്സസ് ഗോഡ്സില നല്ല പടം, പോയി കാണണം. വിയറ്റ്നാമിൽ തന്നെ പോയി കാണാം, നല്ല തിയേറ്റർ ഉണ്ടെന്ന്. മറ്റേ ബെഡ് ആവുന്ന തിയേറ്റർ ഒക്കെ കാണും ചിലപ്പോ. തായ്ലൻഡ് അത് പോണം, പക്ഷെ ഒരാൾക്ക് 4000 റുപ്പീസാ ടിക്കറ്റ്. ആൾക്കാരുടെ താമസം ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ബീച്ച് പോലത്തെ ഏരിയ, അവിടെ ഒറ്റ വീടും കുറച്ച് ബോട്ട്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അത് ഞാൻ അബാൻഡൻഡ് ആണോന്നും അറിയില്ല. പക്ഷെ തെങ്ങ് കണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് തെങ്ങ് കാണുന്നത്. പാം ട്രീസ് കുറെ കണ്ടിട്ടുണ്ട്, കുറെ തെങ്ങുകളുണ്ട് ഏരിയയിൽ. പോവാൻ തോന്നുന്നില്ല. ഇന്നത്തെ സ്നാക്ക് കണ്ട പ്രിയ, കപ്പലണ്ടിയില് പഞ്ചസാര ഉപ്പും ഭയങ്കര ഉപ്പ് ആവശ്യമുണ്ട്. ആൻഡ് നമ്മുടെ കീടിലൻ വിയറ്റ്നാമീസ് കോഫി. ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് മിൽക്ക്, ഇത് കോഫി. എന്റെ ഫേവറേറ്റ് കോൾഡ് കോഫി ഇൻ ദ വേൾഡ് വിയറ്റ്നാമീസ് കോൾഡ് കോഫിയാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് അല്ലേ? ഓ എന്റെ വീണ്ടും ഞാൻ പറയുന്നതാണ്, നമ്മുടെ വ്യൂസ് കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ നിങ്ങൾ അധികം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അൺബിലീവബിൾ. ബാർ ഓപ്പൺ ആയിട്ടുണ്ട്. വെള്ളം അടിക്കുമായിരുന്നെങ്കിൽ 2 ഡ്രിങ്ക് വാങ്ങി 1 ഡ്രിങ്ക് ഫ്രീയാ. കോഫിക്കൊന്നും ആ ഓഫർ ഇല്ല. അതെ, ഫ്രീ കുടിക്കാൻ വേണ്ടി. അയ്യോ ബാക്കിൽ അത് എന്താ എടുത്തു വന്നു നോക്ക്, തൊട്ടടുത്തായി പോയി പാറ. ഇത് ഫ്രീ സ്നാക്സ് വന്നോണ്ടിരിക്കും. ഇന്നലെ നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇത്. ഇല്ല, ഇന്നലെ അതുകൊണ്ട് ഒന്നും കഴിക്കാതിരുന്നത്. അല്ലല്ലോ, ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കും. അൺലിമിറ്റഡാ. കുക്കിംഗ് വീഡിയോ. ഇന്ന് കുക്കിംഗ് നമ്മൾ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് സ്പ്രിംഗ് റോൾ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേദു അമ്മയും കൂടെ കുക്ക് ചെയ്യും. ഇന്ന് പ്രിയ ഉണ്ടാക്കുന്ന സ്പ്രിംഗ് റോള് ഞാൻ കഴിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് കാണിക്കാം, റെക്കോർഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പ്രിയക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ക്യാരറ്റ്, മഷ്റൂംസ്, ഗ്രീൻ അണിയൻ, സെലറി, ഗ്ലാസ് നൂഡിൽ, പോർക്ക്, ഷ്രിംപ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് റൈസ് റോളിൽ റോൾ ചെയ്യും, ഫ്രൈ ചെയ്യും. സിമ്പിളാണ്. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഫ്രഷ്നെസ്സിലാണ് ഇതിൻ്റെ മൊത്തം ഇരിക്കുന്നത്. പ്രോൺസ് ഇടുന്നു, ഓണിയൻസ് ഇടുന്നു. പോർക്ക് ഇടുന്നില്ല കേട്ടോ, പോർക്ക് അടുത്തയിലായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അതിനും കൂടെ അതെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. എനിക്കൊന്നും എല്ലാം കൂടെ മിക്സ് ചെയ്യും എന്ന് തോന്നുന്നു. എന്നിട്ട് ജസ്റ്റ് റൈസ് പേപ്പറിൽ റോൾ ചെയ്ത് വെക്കും. ഇനി നോക്കട്ടെ പ്രിയ, കുക്കിംഗ് സ്കിൽസ് നോക്കട്ടെ. കണ്ട് പഠിക്കുക. ഞാൻ ചെയ്യുന്നു. മസാജ് ചെയ്യണോ? ആദ്യം പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അടിയിലിരിക്കുന്ന നനഞ്ഞ തുണിയാ, അതിങ്ങനെ അമർത്തി നന്നായിട്ട്. ഇവിടെ കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട്. അത് പ്രിയ ഇപ്പൊ കൈവച്ചാക്കിയതാ? ഒന്നും അല്ല, അങ്ങനെ വന്നതാ. അത് നോൺ വെജ് മതി. വേദു ഇടട്ടെ കേട്ടാ. അത്രയും റോൾ ചെയ്തിട്ട് 2 പേപ്പർ ഉണ്ടോ? നിർത്തി പ്രസ് ചെയ്ത് ഇത് പ്രസ് ചെയ്യ. വേദു കൈവച്ച പ്രസ് ചെയ്ത അതല്ല, സൈഡില് ഇവിടെ ഇവിടെ. ഓക്കെ, എന്നിട്ട് ലൈക്ക് ദിസ്. നടുക്കത്ത് വേദു ഈ സൈഡ്. അങ്ങനെ ക്ലോസ് ചെയ്തു. സൈഡിലുള്ളവര്
തോറ്റ് തുന്നമ്പടി ഓടിപ്പോയി കണ്ടോ, അവിടെ വെച്ചിട്ട് ഓടി. ക്ലോസ് ചെയ്തു. ഇത് ക്രാഫ്റ്റ് പോലെ ഉണ്ട്, കുക്കിംഗും കാട്ടിക്കൊണ്ട് ഇത് ക്രാഫ്റ്റ് വീഡിയോ പോലെ ഉണ്ട്. നോക്ക് പ്രിയ, ഇതുപോലെ ഷേപ്പിൽ വരണം. ഇതെന്തോ ഒരു ഷേപ്പ് ഇല്ലാത്ത, ഇതാണോ സ്പ്രിംഗ് റോള്? പിന്നെ ഒരു പെർഫെക്ഷൻ ഒക്കെ വേണ്ടേ? ഇതിനെന്ത് കൂടുതൽ പെർഫെക്ഷൻ? ഇതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ്. ബെസ്റ്റ് സ്പ്രിംഗ് റോൾ ഇതായിരിക്കുമോ? അവാർഡ് ഗോസ് ടു പ്രിയ മോഹൻ. വേണ്ട. ഓ കറക്റ്റ് റൈറ്റ്. എന്ത് വേണം ഇനി? അവര് ദേ പ്രിയ വറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവര് ഹെൽത്തി വേർഷൻ ഉണ്ടാക്കുന്നു, വെറുതെ നമ്മുടെ നാട്ടിലെ ഞാൻ കുറ്റം പറഞ്ഞു. ഇത് ശരിക്കും അവര് ഡീപ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ റൈസ് റാപ്പർ വെച്ച് ഡീപ് ഫ്രൈ ചെയ്യാം അല്ലേ? പക്ഷെ ഇത് തന്നെ ഞാൻ ഫ്രൈ ചെയ്യാതെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാര്. ഈ വിയറ്റ്നാമിലും കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാം പോയി, ടേസ്റ്റ് കൂട്ടി. അൺഹെൽത്തി ആയിപ്പോയി. ഇതിന്റെ കൂടെ വൈനും ഉണ്ടല്ലോ പ്രിയ, കോക്കനട്ട് വൈനാണോ? ഇത് നമ്മുടെ കള്ളായിരിക്കും കേട്ടാ. ഇത് കള്ളപ്പത്തിന്റെ മണം അല്ലേ? കള്ളപ്പത്തിന്റെ മണം ശരിക്കും. വേണ്ട, അവര് അങ്ങനെ കുടിക്കാൻ പാടില്ല. ഇവര് ചിയേഴ്സ് പറഞ്ഞിട്ടേ കുടിക്കാൻ പാടുള്ളൂ. ഹായ് മോങ്. ഭയങ്കര നല്ല ടേസ്റ്റാ. ആക്ച്വലി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ്, മധുരവും ഇല്ല ഒന്നുമില്ല. പൊട്ടല്ലേ? ഇന്നും കാട്ടി ഭേദം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് വൈനാ. നോക്കട്ടെ ഏട്ടാ പ്രിയ ഉണ്ടാക്കിയ സ്പ്രിംഗ് റോൾ എങ്ങനെയുണ്ടെന്ന്. അയ്യോ, ഇത് കൈവച്ചു തന്നെ കഴിക്കാം. ഇത് വീട്ടിലുണ്ടാക്കി തന്നെ ഡെയിലി ഒരു 10 കഴിക്കാൻ പറ്റും. ഭയങ്കര ഫ്ലേവർ. ആ റൈസ് ഉണ്ടല്ലോ, നമ്മൾ മൈദയുടെ ഒരു ക്രിസ്പിനെസ് അല്ല, ചെറുതായിട്ട് ക്രിസ്പിനെസ്, പിന്നെ സോഫ്റ്റ് ആവും. അകത്തെ ഫില്ലിങ്സ് ഒക്കെ ഭയങ്കര ഫ്രഷ്. എല്ലാവരും വൈകുന്നേരം ഇവിടെ ഇത് ചില്ല് ചെയ്യുന്നു, ഡ്രിങ്ക്സ് കുടിക്കുന്നു, സ്പ്രിംഗ് റോൾസ് ഇവിടെ ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ ടോട്ടൽ കാം ഫാമിലി വൈബാണ്. ഭയങ്കര ലൗഡ് മ്യൂസിക്കോ പാർട്ടി അങ്ങനത്തെ ഒന്നും ഇല്ല. ഇവിടെ നിന്നുള്ള വ്യൂസ്, രാത്രി നല്ല നല്ല ബോട്ട്സിന്റെയും ആ ലൈറ്റ്സിന്റെ മാത്രം വ്യൂ. ഞങ്ങളൊന്ന് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് കിടിലൻ ഡിന്നറാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ബീഫ് സ്റ്റേക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ നല്ലൊരു കിടിലൻ ഡിന്നറും കൂടെ കഴിക്കണം. നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ റൂമിൽ വന്നു. എനിക്കൊന്ന് ഏറ്റവും പേഴ്സണൽ ഹൈലൈറ്റ് സർവീസിനെ കാട്ടി, സർവീസ് അടിപൊളിയാണെങ്കിലും നമ്മുടെ ഈ റൂമിൻ്റെ ആംബിയൻസ് ആണ്. ഇപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുവാണ്. റൂമിൻ്റെ ആംബിയൻസ് ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയുടെ തന്നെ ക്വാളിറ്റി റൂംസ് ആണ്. എവറിത്തിങ് ഇസ് സോ ക്ലീൻ, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദ ടബ്. ഇനി രാത്രി ആകുമ്പോൾ ഇതൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആണ്. ടബിൽ കുളിക്കേണ്ടാത്തവർക്ക് ഒരു ഹൈടെക് ടോയ്ലറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ക്യൂബിക്കൽ ഷവർ ഏരിയ ഉണ്ട്. ജസ്റ്റ് എവറിത്തിങ് വാട്ട് യു കുഡ് ആസ്ക് ഫോർ, എവറിത്തിങ്. എല്ലാ അമ്യൂണിറ്റീസും ഈവൻ വെച്ചിരിക്കുന്നത് കണ്ടോ, ഒരു അമ്യൂണിറ്റീസ് ഒക്കെ എന്തൊരു ക്ലാസ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നത് നോക്ക്. സൂപ്പർ. ഡിന്നർ ടൈം. ആ ഡിന്നർ ടൈമിലേക്ക് പോകുന്ന സ്ഥലത്തിന് തന്നെ ലുക്ക് ഉണ്ടല്ലോ. വീണ്ടും പറയാണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എത്രയോ 10-12 വർഷം പഴക്കമുള്ള ഷിപ്പാണ്. എന്നിട്ടും അതിൻ്റെ ഭംഗി നോക്ക്. ഇന്ന് നമുക്കൊരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ആ ഡൈനിങ് റൂമിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മെനു സൂപ്പറാണ്, സൂപ്പർ. ബീട്രൂട്ട് സൂപ്പ് സ്റ്റാർട്ടിങ്, അത് കഴിഞ്ഞിട്ട് സാലഡ്, ഗ്രിൽഡ് ഷ്രിമ്പ്, സ്ക്വിഡ്, ചിക്കൻ, കോൺ ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ സാലഡ്. അത് കഴിഞ്ഞിട്ട് ട്യൂണ സാലഡ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേക്കാണ്, സ്റ്റ്യൂഡ് ബീഫ് ഇൻ റെഡ് വൈൻ സ്റ്റേക്ക്, റെഡ് വൈൻ സോസ് ഉള്ള സ്റ്റേക്ക്. ഡിസേർട്ട് മാംഗോ ക്രീം ആൻഡ് ബനാന ടെമ്പൂറ. അത് സൂപ്പർ. പോരെ? വേദുവിന് അവർ സ്പെഷ്യൽ ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്ത് വേണം? പ്രിയയുടെ ഫേവറേറ്റ് ഒരു വെജിറ്റബിൾ ആണ് ബീട്രൂട്ട്. അതിന്റെ സൂപ്പ് ഇതുവരെ കുടിച്ചിട്ടുണ്ടോ? ഞാനും അത്. എന്തൊരു ഭംഗിയാ ഇവരുടെ പ്ലിന്റ്. അമ്മോ, ഇതെന്താ ഇത്? ബീട്രൂട്ട് പ്യൂരിയാണോ സൂപ്പാണോ? എന്തൊരു തിക്ക ഇത്. അതിൽ ശരിക്കുള്ള ബീട്രൂട്ടിന്റെ പീസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മധുരം, ഒരു ചൂട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിന്റെ ഒരു ഫ്ലേവർ. കുറച്ച് സോൾട്ട് മാത്രം ഇട്ടിട്ടുണ്ട്. ക്രീമും കുറച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പംകിൻ സൂപ്പ്, ക്യാരറ്റ് സൂപ്പൊക്കെ കുടിച്ചിട്ടുണ്ട്. ബീട്രൂട്ട് സൂപ്പ് ആദ്യമായിട്ടാ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിന് എന്തായാലും നല്ല ന്യൂട്രീഷ്യസും ആയിരിക്കും. ഇത് ഇവരുടെ ഒരു മൾട്ടിപ്പിൾ ഉള്ള പ്ലാറ്ററാണ്. ഇതിലില്ലാത്ത ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കോൺ കാണാം, സീ ഫുഡ്, പ്രോൺസ്. ഇതെന്താണെന്ന് അറിയില്ല. ഇതെനിക്ക് തോന്നുന്നു ക്ലാംസ് ആണെന്ന് തോന്നുന്നു. സ്ക്വിഡ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു മിക്സഡ് പ്ലാറ്റർ എന്ന് പറയാം.
ഇത് സ്വീറ്റ് പൊട്ടേറ്റോ അവരുടെ റാപ്പ് ചെയ്ത് തന്നിരിക്കുവാണ്. ഇതെല്ലാം ഓടുക്കത്തെ ടേസ്റ്റാണ്. ഇത് ആക്ച്വലി സ്വീറ്റ് പൊട്ടേറ്റോ അല്ല കേട്ടോ. സ്വീറ്റ് പൊട്ടേറ്റോ എനിക്ക് കിട്ടിയില്ല. ഇത് നമ്മുടെ ക്ലാംസ്. ഇത് സ്വീറ്റ് പൊട്ടേറ്റോ. ഒരെണ്ണം ക്ലാംസ് ആയിരുന്നു. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അകത്ത് സ്വീറ്റ് പൊട്ടേറ്റോ. കൊള്ളാമല്ലോ. നല്ല ബേക്ക്ഡ് സ്വീറ്റ് പൊട്ടേറ്റോ. ഇത് ക്ലാംസ് കഴിച്ചു. പ്രോൺസ് അടിപൊളി. ഇത് ചിക്കൻ വിങ്സ്. നമുക്ക് ട്യൂണ സാലഡ് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ കോഴ്സിൽ ഇത് ട്യൂണ സാലഡ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഫില്ലിങ്. അതുകൊണ്ട് ഇവിടെ ബീഫ് സ്റ്റേക്കും ഇനി ഇതിന് ഡെസേർട്ടും കഴിക്കാനില്ലേ. സോ ഇത് സ്റ്റേക്കാണ് വിത്ത് റെഡ് വൈൻ സോസ് ആൻഡ് ഓ മൈ ഗോഡ് ഇത് കണ്ട നൈഫൊന്നും വേണ്ട, ഒറ്റ കട്ട് മതി. ഇത് മൊത്തം കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ സോസും കൂടെ നോക്കട്ടോ. സോഫ്റ്റാ നോക്ക്. മീറ്റ് ചവയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നെഗറ്റീവ് മാത്രമേ. അത്രയും സോഫ്റ്റാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു സ്ലോ കുക്ക് ബീഫാണ്. ലൈറ്റ് വൈനേ ഉള്ളൂ. വൈനിനെ കാട്ടി കൂടുതൽ ഒരു ബ്രൗൺ സോസിൻ്റെ ഫ്ലേവറാണ്. ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ബീഫിൻ്റെ ഒരു കുക്ക് കഴിച്ചിട്ടില്ല. സ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് വെരി സ്ലോ കുക്ക് ബീഫ് പോലെ തോന്നുന്നത്. പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്ത് തോന്നുന്നത്. ഇത്രയും സോഫ്റ്റ്, ജസ്റ്റ് ടു ടേസ്റ്റി, ടു ഗുഡ്. ഇത് സമ്മതിക്കില്ല കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ സാലഡ് കൊണ്ടുവന്ന് തന്നിരിക്കണം. ട്യൂണ സാലഡ്. ഇത് എങ്ങനെ കഴിക്കും? സൂപ്പർബായിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ആയതാണ്, പക്ഷെ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഒക്കെ എക്സ്ട്രീംലി ക്ലീൻ ആണ്. ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല. ഒരു ഫൈൻ ഡൈനിങ്ങിൻ്റെ ഒക്കെ ഒരു ലെവൽ എത്തുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഇത് പക്ഷെ കഴിക്കാൻ പറ്റില്ല. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. ഇന്നലെ ഇത് ഡിസേർട്ട്. ഇത് കണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പഴംപൊരി അല്ല, ഇപ്പോൾ ബനാന ടെമ്പൂറയാണ്. ആൻഡ് അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് മാംഗോൻ്റെ ക്രീം. ലുക്ക് സോ ഗുഡ് നോ. പഴംപൊരിയുടെ ഒക്കെ ഒരു റിഫൈൻഡ് വേർഷൻ എന്ന് പറയാം. നമ്മളിപ്പോൾ പഴംപൊരി കുറേ രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു റിഫൈൻഡ് വേർഷൻ. പക്ഷെ ഇത് കുറച്ചും കൂടെ ക്രിസ്പ് ആയിരിക്കും സാധാരണ പഴംപൊരിയെ കാട്ടി. ഇതൊന്ന് മുറിക്കാം. മാംഗോ ക്രീമിൽ മുക്കാം. മാംഗോ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മുടെ പഴംപൊരി തന്നെ അത്രയും മധുരമില്ല പഴത്തിന്, പക്ഷേ ആ മാംഗോ ക്രീം കൂടെ മുക്കി വരുമ്പോൾ ഒരു ഭയങ്കര ഫ്ലേവർ. കാരണം പഴത്തിന് അത്രയും മധുരമില്ല. ആ ക്രീമിൽ മുക്കി കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അതിലൂടെ ഒരു മാംഗോ ക്രീം നമ്മുടെ ഒരു ഹജി അരിയിലൊക്കെ കിട്ടും തോന്നി. കസ്റ്റേർഡ് ആപ്പിൾ ക്രീം അങ്ങനത്തെ കുറേ സാധനം, ചോക്ലേറ്റ് ക്രീം, അതുപോലത്തെ ഒരു മാംഗോ ക്രീമിൽ മുക്കി കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ചു വന്നെന്തിനാ അറിയോ? സ്ക്വിഡ് ഫിഷിങ് ചെയ്യാനാണ്. ഇത് നോക്ക്, ഫിഷിനെ പിടിക്കാൻ നിൽക്കുന്നത്. ഏതോ സ്ക്വിഡിനെ കിട്ടിയാൽ അപ്പയ്ക്ക് തരണം കേട്ടോ. അപ്പയ്ക്ക് വിശക്കുന്നുണ്ട് ഇത്രയും ഡിന്നർ കഴിച്ചിട്ടും. ഇതിന് ലൈറ്റിലാണ് കിട്ടുന്നത്, രാത്രിയാണ് സ്ക്വിഡ് ഫിഷിങ്. അത് കുറച്ചുകൂടെ താത്തണം വേദു. ഓക്കെ, ഇത് മതി കേട്ടോ. ഞാൻ ആർക്കും കിട്ടില്ല രാവിലെ. ഇനി നാളെ രാവിലെ പോകാനുള്ളതല്ലേ, മതി. ബാ, കുറേ നേരം ട്രൈ ചെയ്തില്ലേ, കുഴപ്പമില്ല. നമുക്ക് നാട്ടിൽ പോയിട്ട് ഫിഷിംഗ് ഉള്ള ഹോട്ടലിൽ പോയി താമസിച്ചിട്ട് ഫിഷിംഗ് ചെയ്യാം. ബാ, നാട്ടിൽ കൊണ്ടുപോവാം. സോ ബാക്ക് ടു ദ റൂം. നാളെ രാവിലത്തെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കാണും. ബ്രഞ്ച് പോലെ ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കിഡിലൻ സാധനം, ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് നാളത്തെ വ്ളോഗിൽ വരാൻ പോകുന്നത്. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അതും എനിക്ക് തോന്നുന്നില്ല ആരും ഗസ് ചെയ്യുന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ടൈം ഫ്രം ഹെലോങ് ബ്രേ, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്ന് നമ്മുടെ ചെക്കൗട്ട് ആണ്. ഞാൻ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് 9:30 ഇവിടുന്ന് ചെക്കൗട്ട്. സോ ഇവർ ലഞ്ചാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഒരു കിഡിലൻ സ്ഥലത്തേക്ക് പോകാം. അതെന്താണ്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഹെലോങ് ബേ തന്നെയാണ്. ഐ തിങ്ക് സോ ഇറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി ഇതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അടിപൊളി സംഭവമായിരിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് എന്താന്ന് നോക്കാം. എങ്ങനെ കഴിക്കും എന്നറിയില്ല. ഫ്രൈഡ് ഫിഷ് ബോള്, ഷ്രിംപ്, ഗ്രിൽഡ് ഫിഷ്, പക്ക ലഞ്ച് മെനു കേട്ടോ. ഇത് ഫ്രൈഡ് ഫിഷ് KFC പോലെ. അതല്ലാതെ ചിക്കൻ കറി, ഗ്രിൽഡ് ചിക്കൻ, ബേക്ക്ഡ് പൊട്ടാറ്റോ, സാലഡ്, കുറച്ച് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പാസ്ത, കുറേ സാലഡ് ഉണ്ട്. ഇത് 9 മണിക്ക് ലഞ്ച് സെർവ് ചെയ്യുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ബ്രഞ്ച് വരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് പക്ക ലഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നുമില്ല. ഇത് കണ്ട പക്ക ലഞ്ചാണ്, ബ്രഞ്ച് പോലും അല്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നുമില്ല. കുറെ ഫ്രൂട്ട്സും കപ്പ് കേക്ക്സും പേസ്ട്രീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് പെട്ടികളൊക്കെ ലോഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇവിടുന്ന് ഇനി നേരെ ഒരു ഹാഫ് ആൻ അവർ എടുത്ത് നമ്മുടെ ഡോക്കിലേക്ക് പോവാണ്. ആൻഡ് ടു കൺക്ലൂഡ്, ഇറ്റ് വാസ് ഒരുപാട് തവണ വ്ളോഗിൽ പറഞ്ഞ, എന്നാലും ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം. ഫോർ
ഫോർ എവർ ഗോയിങ് ടു സ്റ്റേ വിത്ത് us. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഇത്രയും ട്രാവൽ ഇതിൽ ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ട് തോന്നുള്ളൂ. ഈവൻ ടു വി എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി ഡേ ഓഫ് ട്രാവൽ, മെമ്മറബിൾ ആയിട്ട് ഇനിയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഔട്ട് സ്റ്റാൻഡിങ് എന്നുള്ള ഒരു എക്സ്പീരിയൻസിലൊന്നാണിത്. സോ മസ്റ്റ് ഡു ആണ്. നാട്ടിൽ നിന്ന് ഇപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് വിയറ്റ്നാമിലേക്ക് വരാം. ആൻഡ് ഈ ഒരു ക്രൂസ് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും വേർത്താണ്. ഓക്കെ, സോ നാളെ ഇനിയും ഇതുപോലത്തെ ഒരു കിഡിലൻ സ്ഥലമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.